ഇറാനൊന്നും ചെയ്യേണ്ടി വരില്ല. മിക്കവാറും ഇവന്മാർ തന്നെ പരസ്പരം അടിച്ചു ചാകുന്നൊരവസ്ഥയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ നാവികസേനയിൽ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാനെ ആക്രമിക്കാൻ വേണ്ടി മധ്യപൂർവേഷ്യൻ കടലിൽ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന US സൂപ്പർ കാരിയറായിട്ടുള്ള USS എബ്രഹാം ലിങ്കൻ എന്ന അത്യാധുനിക യുദ്ധക്കപ്പലിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ കേട്ട് ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. 250-ലേറെ ദിവസങ്ങളായി കരതൊടാതെ കടലിൽ കിടക്കുന്ന ഈ കപ്പലിലെ 5000-ഓളം വരുന്ന അമേരിക്കൻ സൈനികർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും അതോടൊപ്പം പട്ടിണിയിലാണെന്നുമുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കപ്പലിലെ സഹിക്കാനാവാത്ത അവസ്ഥ കാരണം ജീവനൊടുക്കാൻ കടലിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന നാവികർ, തകരാറിലായ ശുചിമുറികൾ, പൂപ്പൽ ബാധിച്ച ഷവറുകൾ, വസ്ത്രങ്ങൾ കഴുകാൻ പോലുമുള്ള സൗകര്യമില്ലായ്മ, നേരെ ചൊവ്വെ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥ. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് അമേരിക്കൻ സൈനികർ കുറേ നാളുകളായി കടന്നു പോകുന്നത്. സാധാരണയായി ഒരു US യുദ്ധക്കപ്പലിൻ്റെ വിന്യാസം എന്ന് പറയുന്നത് 6 മാസം മുതൽ 7 മാസം വരെയാണ് നീണ്ടു നിൽക്കാറുള്ളത്. മെയ് മാസത്തിൽ തിരികെ എത്തേണ്ടിയിരുന്ന ഈ കപ്പലിൻ്റെ സേവന കാലാവധി പെൻറ്റഗൺ തുടർച്ചയായി നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഏകദേശം 9 മാസത്തോളമായി ഈ കപ്പൽ കടലിൽ തന്നെ കിടക്കുകയാണ്. ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ദിവസം ഒരു നാവിക കപ്പൽ കടലിൽ തന്നെ കഴിയുന്നത്. ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് ആ നാവികർ കടന്നു പോകുന്നത്. തുടർച്ചയായ ജോലി, വിശ്രമമില്ലായ്മ, അനിശ്ചിതത്വം എന്നിവ കാരണത്താൽ അനേകം സൈനികർ മാനസികമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞയാഴ്ച സാന്റിയാഗോയിൽ നാവികസേന ഉന്നത ഉദ്യോഗസ്ഥരും സൈനികരുടെ കുടുംബാംഗങ്ങളും തമ്മിൽ നടന്ന ഒരു വൈകാരികമായ ഒരു ടൗൺ ഹാൾ യോഗത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒരു നാവികൻ്റെ ഭാര്യ ഉദ്യോഗസ്ഥരോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവ് ഇന്ന് രാവിലെ അയച്ച സന്ദേശത്തിൽ പറയുന്നത് നാളെ നേരം പുലരുമ്പോൾ താൻ ജീവനോടെ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ്. മറ്റൊരു നാവികൻ്റെ ഭാര്യ പറയുന്നത് തുടർച്ചയായ ഡ്യൂട്ടി എക്സ്റ്റൻഷൻ സഹിക്കാനാവാതെ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി എന്നുള്ളതാണ്. സഹപ്രവർത്തകർ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. നിലവിൽ അദ്ദേഹത്തെ മെഡിക്കൽ ഒബ്സർവേഷനിൽ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതോടൊപ്പം മറ്റൊരു സംഭവത്തിൽ ഒരു നാവികൻ കടലിലേക്ക് ചാടാൻ തുനിഞ്ഞപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകൻ സാഹസികമായി കയ്യിൽ പിടിച്ച് ഡെക്കിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നുവെന്ന് മാരിയ റോഡ്രിഗസ് എന്ന സൈനികൻ്റെ ഭാര്യ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി കപ്പലിലെ സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുവെന്നും അതിൻ്റെ ഭാഗമായി 7ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടും നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായിട്ടുമൊക്കെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ടൂത്ത് പേസ്റ്റ്, സോപ്പ് അങ്ങനെ അടങ്ങിയ പ്രാഥമിക സാമഗ്രികൾ പോലും കപ്പലിലെ സ്റ്റോറുകളിൽ തീർന്നു പോയ അവസ്ഥയിലാണ് അതിനുള്ളിൽ 5000-ഓളം വരുന്ന സൈനികർ കഴിയുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതാണ് അമേരിക്കൻ സൈനികരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നോക്കൂ, ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളുമായി പുറപ്പെട്ട കപ്പലാണ്. ആ കപ്പലിലുള്ള സൈനികർ അവസാനം ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി ആത്മഹത്യ ചെയ്യേണ്ടി വരികയും പരസ്പരം തമ്മിലടിച്ച് ചാകേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. ഏതു നിമിഷവും മരണത്തെ മുഖാമുഖം കാണുന്നവരാണ് യുദ്ധമുഖത്തെ സൈനികർ. തന്നെയും കാത്തിരിക്കുന്ന തൻ്റെ നാട്ടിലുള്ള പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും ഒക്കെ ഓർത്തിട്ടായിരിക്കും ഓരോ നിമിഷങ്ങളിലൂടെയും ആ സൈനികർ കടന്നു പോകുന്നത്. ഓരോ യുദ്ധകുതിയന്മാരായ ഭരണാധികാരികൾ കാരണം അതിൻ്റെ പ്രയാസവും അതിൻ്റെ ഭവിഷ്യത്തുമൊക്കെ അനുഭവിക്കുന്നത് ആ നാട്ടിലെ സൈനികരാണ്. ഇതോടൊപ്പം മുൻ US പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ്റെ മകൻ്റെ ഒരു പ്രസ്താവന കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ മനുഷ്യരൂപം പൂണ്ട ചെകുത്താൻ എന്നാണ് ജോ ബൈഡൻ്റെ മകൻ ഹണ്ടർ ബൈഡൻ പരസ്യമായി വിളിച്ചത്. ഗസയിൽ നടക്കുന്ന അനീതി കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും യുദ്ധകൊതിയന്മാരായ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും യഥാർത്ഥ തനിനിറം ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ ഇപ്പോൾ ഇല്ലാതാക്കും, നാളെ ഇല്ലാതാക്കും, മറ്റന്നാൾ ഇല്ലാതാക്കും എന്ന് വീമ്പിളക്കുന്നതല്ലാതെ ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ യുദ്ധത്തിൻ്റെ ഭവിഷ്യത്തുകളും കെടുതികളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ് എന്ന് ചുരുക്കം. ഇതോടൊപ്പം മറ്റൊരു സംഭവം കൂടി പറഞ്ഞു പോകാം. നമുക്കറിയാം, ഉത്തർപ്രദേശ് എന്ന പേര് കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവിടെ നിരന്തരമായി നടക്കുന്ന വർഗീയ സംഘർഷങ്ങളും പശുവിൻ്റെ പേര് നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളും മുസ്ലിമീങ്ങളെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടുന്ന വാർത്തകളും അവരുടെ വീടുകൾക്ക് മുകളിലൂടെ കയറിയിറങ്ങുന്ന ബുൾഡോസറുകളും അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒട്ടേറെ ചിത്രങ്ങളും വാർത്തകളുമായിരിക്കും. എന്നാൽ അതേ ഉത്തർപ്രദേശിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു. ഇപ്പോൾ നമുക്കറിയാം, അവിടെ കാവഡ് യാത്ര നടക്കുന്നുണ്ട്. ആ കാവഡ് യാത്ര റോഡിലൂടെ കടന്നു വരുന്ന സമയത്ത്
റോഡിൻ്റെ മറ്റൊരു വശത്തു നിന്നും ഒരു മുസ്ലിം യുവാവിൻ്റെ മയ്യത്ത് കൊണ്ടുവരികയാണ്. ആ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ കാവടി യാത്ര നിർത്തിവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു പോയ 40 വയസ്സുള്ള നിസാം എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മയ്യത്തായിരുന്നു അത്. ആ മയ്യത്തിനെ കബറടക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ആ കാവടി യാത്രയിൽ പങ്കെടുത്ത വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത് നിർത്തിവെക്കുന്നത്. बोले साइड, बोले साइड. നോക്കിത് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമീങ്ങൾക്ക് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്ന ഉത്തർപ്രദേശിലാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിലെ ഭയാനകമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നിസാമിൻ്റെ വിലാപയാത്രയ്ക്ക് വഴിയൊരുക്കി കൊടുത്ത ഹിന്ദു വിശ്വാസികളുടെ വാർത്ത ഒരു കുളിർമഴയായി വരുന്നത്. മഹത്തായ ഒരു ധർമ്മമാണ് ഹിന്ദുധർമ്മം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ധർമ്മം. പക്ഷെ അതിനെ ചില ആളുകൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഹൈന്ദവ ദർശനങ്ങളുടെ കാതൽ വസുദൈവ കുടുംബകം, അതായത് ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. അതോടൊപ്പം സർവേ ഭവന്തു സുഖിന, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്നുള്ള മാനവികമായ കാഴ്ചപ്പാടുകളാണ്. അത്തരത്തിലുള്ള മഹത്തായ ഒരു ധർമ്മമാണ് ഹിന്ദുധർമ്മം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ധർമ്മം. പക്ഷെ അതിനെ ചില ആളുകൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ള മതസ്ഥരോട് വെറുപ്പ് വെച്ച് പുലർത്താനോ വിദ്വേഷം വെച്ച് പുലർത്താനോ ഒരിക്കലും കഴിയുകയില്ല. പക്ഷെ ആ കൂട്ടത്തിൽ മനസ്സിൽ വർഗീയത പേര് നടക്കുന്ന ചില കൂട്ടരുണ്ട്. അവരാണ് യഥാർത്ഥ പ്രശ്നക്കാർ.